എന്തൊക്കെയാ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്നേ? ഒരു രക്ഷയില്ല. ആദ്യത്തെ ഒരു ദിവസം കഴിഞ്ഞ് കിട്ടിയപ്പോഴത്തേക്കും തന്നെ കണ്ടന്റ്സിന്റെ പേരും മഴയാണ് നമ്മുടെ ബിഗ് ബോസ് ഹൗസിലുള്ളത്. ആദ്യമായിട്ടാണ് തോന്നുന്നു ഇങ്ങനത്തെ ഒരു എപ്പിസോഡ് ബിഗ് ബോസിലെ. ശരിക്കും ബിഗ് ബോസ് പറഞ്ഞതുപോലെ തന്നെ, മോഹൻലാല് പറഞ്ഞതുപോലെ തന്നെ ഏഴിന്റെ പണിയാണ് കിട്ടുന്നത്. എല്ലാ കണ്ടസ്റ്റൻസും അടിപൊളി, ഒന്നിനൊന്ന് മെച്ചമായിട്ട് അവരുടെ പൊട്ടൻഷ്യൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും ചില മിണ്ടാപ്പൂച്ചകളൊക്കെ ഇരിക്കുന്നത്. വരും ദിവസങ്ങളിൽ അവരെന്തൊക്കെ കണ്ടന്റ്സ് ആണ് തരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതില് എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കണ്ടസ്റ്റന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അനീഷാണ്. അനീഷിന്റെ സ്ട്രാറ്റജി തന്നെ നമ്മുടെ രജത് കുമാറിന്റെ ഒരു സ്ട്രാറ്റജിയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവരെയും വെറുപ്പിച്ച് ചൊറിഞ്ഞ് അദ്ദേഹത്തിന്റെ എതിരാക്കിയിട്ട് ഒറ്റയാൾ പട്ടാളം പോലെ പോരാടാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അത് നല്ലൊരു സ്ട്രാറ്റജിയാണ്. അത്രയും സ്ക്രീൻ സ്പേസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്, അത്രയും എഫേർട്ട് ഇട്ടിട്ട് അദ്ദേഹം എല്ലാവരെയും ചൊറിയുന്നുണ്ട്. അത് നമുക്ക് ഇന്നലത്തെ ആ ഒരു ദിവസം കണ്ടാൽ തന്നെ അറിയാം. തുടക്കം തൊട്ടേ അങ്ങനെ നല്ല രീതിയിൽ അദ്ദേഹം എല്ലാവരെയും ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട് പക്ഷെ കാണാൻ. ആൾക്കാർക്ക് നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡ്സ് കിട്ടുന്നു വിചാരിക്കുന്നു. അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ആളാണ് അനീഷ്. എല്ലാവരും അത് സംശയിച്ചിട്ടുണ്ടാവും. നമ്മുടെ ആദ്യത്തെ രതീഷിനെ പോലെയായി പുറത്താവുമോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ അതിനകത്ത് ബിഗ് ബോസ് ഒരു സേഫ് പ്ലേ നടത്തിയിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാവരും ഫോം ടാസ്കില് അനീഷിനെതിരെ പറഞ്ഞപ്പോ ബിഗ് ബോസ് നൈസായിട്ട് അനീഷിനെ പിടിച്ച് ക്യാപ്റ്റനാക്കിയതുകൊണ്ട് അദ്ദേഹം ഇത്തവണത്തെ നോമിനേഷന് സേഫായി. അല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവരും അനീഷിനെ നോമിനേറ്റ് ചെയ്തിട്ട് അനീഷിനെ ഔട്ടാക്കിയേനെ. അത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള സ്ട്രാറ്റജി ആയിരുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബിഗ് ബോസില് ഈ ഒരു ദിവസം വെച്ചിട്ട് കണ്ടന്റ്സ് തരാൻ ഏറ്റവും പൊട്ടൻഷ്യൽ ഉള്ള ഒരാള് അനീഷ് തന്നെയായിരിക്കും. അത് 100% ഷുവർ ആണ്.